കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ആരും കാണാത്ത ഒരു പടയൊരുക്കത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു സ്ഥാനാർത്ഥി നിർണയമല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ പോരാട്ടത്തിന്റെ മുന്നൊരുക്കമാണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന ചാണക്യ തന്ത്രജ്ഞൻ കളത്തിലിറക്കിയ ആ വമ്പൻ പട ഇന്ന് എതിരാളികളുടെ ഉറക്കം കെടുത്തുകയാണ്. ഈ നീക്കത്തിന് കൈയടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും പൂർണ്ണ സമ്മതവുമായി ശശി തരൂറും ഒത്തുചേരുമ്പോൾ കോൺഗ്രസിൽ ഒരു പുതിയ ചരിത്രം പിറക്കുകയാണ്. എന്താണ് KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത്? അത് കൃത്യമാണ്. കേരളത്തിലെ യുവാക്കളെ മുൻനിർത്തി CPM-ന്റെ ഉരുക്കുകോട്ടകൾ ഓരോന്നായി പിടിച്ചെടുക്കുക എന്നതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ചകൾ മതി ഇതിന് തെളിവായി. മയ്യനാട്ടും കുമ്മിളിലും ഇടതുകോട്ടകൾ തകർന്നു വീണത് അവിടെ KCയുടെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയ ആ യുവ തുർക്കികളുടെ വീര്യത്തിന് മുന്നിലാണ്. ഗോപു നെയ്യാറും ആനി പ്രസാദും വൈഷ്ണ സുരേഷും നബീൽ കല്ലമ്പലവുമെല്ലാം ആ വിജയഗാഥയുടെ അമരക്കാരായി. ഇതേ മാതൃക നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് KC വേണുഗോപാലിന്റെ പദ്ധതി. സ്ഥാനാർത്ഥി പട്ടികയിൽ 50%-ലധികം യുവാക്കൾ വേണമെന്ന KCയുടെ വാദത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകുന്ന പിന്തുണ രാഷ്ട്രീയ കേരളത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുന്നവർക്ക് മാത്രം അവസരം എന്ന നയം VD സതീശൻ ഉറപ്പിച്ചു പറയുന്നു. ഇതിനൊപ്പം ലോക മലയാളിക്ക് അഭിമാനമായ ശശി തരൂർ കൂടി ഈ യുവപടയെ നയിക്കാൻ സമ്മതം മൂളിയതോടെ കേരളത്തിലെ യുവാക്കൾ ആവേശത്തിലാണ്. തരൂറിൻ്റെ ആഗോള കാഴ്ചപ്പാടും KC വേണുഗോപാലിൻ്റെ സംഘടനാ മികവും സതീശൻ്റെ പോരാട്ടവീര്യവും ഒത്തുചേരുമ്പോൾ അതൊരു വമ്പൻ രാഷ്ട്രീയ മുന്നേറ്റമായി കേരളത്തിൽ മാറുകയാണ്. കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ്. യുവാക്കളുടെ തൊഴിലില്ലായ്മയും അഴിമതിയും കൊണ്ട് പൊറുതിമുട്ടിയ ജനതയ്ക്ക് മുന്നിലേക്ക് പുതിയൊരു മുഖം അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി ഓരോ മണ്ഡലത്തിലും ഇറങ്ങി നടത്തിയ പഠനങ്ങൾ യുവാക്കളുടെ സ്ട്രൈക്കിംഗ് റേറ്റ് വളരെ ഉയർന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം. സീറ്റ് കിട്ടാൻ ഗ്രൂപ്പിന് പുറകെ നടക്കേണ്ടതില്ല എന്നും മണ്ഡലത്തിൽ ജനപിന്തുണയുള്ള യുവാക്കൾക്ക് മുൻഗണന നൽകുമെന്നും KC വേണുഗോപാൽ പ്രഖ്യാപിച്ചതോടെ പാർട്ടിയിൽ വലിയൊരു ഉണർവുണ്ടായിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ മാതൃകാപരമായി ഈ പടയൊരുക്കത്തിന് വഴിയൊരുക്കുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. VM സുധീരനെ പോലെയും K ബാബുവിനെ പോലെയും ഉള്ളവർ പുതിയ തലമുറയ്ക്ക് വേണ്ടി സ്വയം പിന്മാറാൻ തയ്യാറായി കഴിഞ്ഞു. ഇത് യുവാക്കളോടുള്ള പാർട്ടിയുടെ വലിയൊരു ആദരവാണ്. അനുഭവ സമ്പന്നരുടെ തണലിൽ അതിവേഗം കുതിക്കുന്ന ഒരു യുവ സൈന്യത്തെയാണ് KC വേണുഗോപാൽ കേരളത്തിൽ അണിനിരത്തിയിരിക്കുന്നത്. ഈ പടയൊരുക്കം വെറുമൊരു പ്രസംഗമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ തെളിയിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള തന്ത്രമാണ്. ലക്ഷ്യം 2026 ഈ ലക്ഷ്യത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ പ്രാപ്തിയുള്ള യുവനേതാക്കളെ കണ്ടെത്താൻ VD സതീശൻ നേരിട്ട് ഇടപെടുന്നു. ഓരോ വാർഡിലും ഓരോ മണ്ഡലത്തിലും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പോരാളികൾ സജീവമാണ്. അവർക്ക് നൽകുന്ന കരുത്താണ് KC വേണുഗോപാലിൻ്റെ വാക്കുകൾ. തരൂരിനെ പോലൊരു വ്യക്തിത്വത്തിൻ്റെ സമ്മതം ഈ നീക്കത്തിന് കൂടുതൽ ഗാംഭീര്യം നൽകുന്നു. CPM-ന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ഈ വമ്പൻ പടയ്ക്ക് കഴിയുമെന്നും ഉറപ്പാണ്. വിവേചനമില്ലാതെ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ വികസനം സ്വപ്നം കാണുന്ന യുവാക്കളെയാണ് കോൺഗ്രസ് ഇത്തവണ അണിനിരത്തുന്നത്. ഈ മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകും. KC വേണുഗോപാൽ എന്ന കരുത്തനായ നേതാവ് വിരിച്ച വലയിൽ കുടുങ്ങി ഇടതുപക്ഷത്തിന് തങ്ങളുടെ കോട്ടകൾ ഓരോന്നായി നഷ്ടപ്പെടാൻ പോകുന്നു. ഇത് കേരളത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യുവത്വത്തിൻ്റെ കരുത്തിൽ VD സതീശൻ്റെയും ശശി തരൂറിൻ്റെയും തണലിൽ കോൺഗ്രസ് കുതിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളായ ഓരോരുത്തരും ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കണം. അഴിമതിയുടെ ഭരണകൂടത്തെ തകർത്തെറിയാൻ, യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഈ വമ്പൻ പടയ്ക്ക് സാധിക്കുമെന്നു കൂടി നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്.